അങ്ങനെ ഒരു ആളെ കണ്ടതായിട്ട് തന്നെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ കാര്യത്തേക്ക് നമ്മൾ പോവാത്തത്. ആൾക്കാർ ഒരുപാടില്ലാത്തൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളാണെങ്കിലും. എന്നാൽ ഇടവിട്ടൊക്കെ ആൾക്കാർ പോകുന്നു, എന്നാൽ ട്രെയിൻ നിരന്തരമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു എൻക്വയറി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇവിടേക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ കുട്ടികൾ തന്നെ പറയുന്നു ഈ സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകാറുണ്ട് എന്നുള്ളൊരു ഭാഗം കൂടി അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏതർ ഓഫ് ദാറ്റ് നമുക്കത് വെരിഫൈ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. റെയിൽവേ ട്രാക്ക് വഴിയാണോ അതേ ഈ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിന്റെ ആ വഴിയാണോ? അല്ല, അവർ കൂടുതലായിട്ടും ഈ ട്രാക്ക് വഴിയുള്ള ഇതിലൂടെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംശയിക്കത്തക്ക എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല, അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. സാർ, ഇപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള ഫോറൻസിക് പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ സാർ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ഏരിയ ഒരു റെയിൽവേ ട്രാക്കിന്റെ പരിസര പ്രദേശമായതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. സോ അതിന്റെ ഭാഗമായിട്ട് പരിശോധന നടത്തി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് രാത്രിയാണ്, അതിന്റെ വിസിബിലിറ്റി കുറവാണ്, പകൽ നടക്കുമായിരിക്കും. പിന്നീട് 5 ആഴ്ചയ്ക്കാണ് ഈ കുട്ടി എടുത്തു പോലീസ് എസ്കേപ്പ് ചെയ്തത്. അപ്പൊ കാര്യമായ ആ വീണിന്റെ പരിക്കും ആ കുട്ടിയുടെ അവിടേക്ക് വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഈ ഒരു മഞ്ഞ ബൈക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അത് സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിക്കും. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ ഒരു ഭാഗത്തൂടെ ഉണ്ട്, അത് അവസാനിപ്പിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമുണ്ട്. പക്ഷെ അതിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പോലീസിന്റെ ഇപ്പോഴത്തുള്ള അന്വേഷണത്തിൽ കുട്ടിയെ കൊണ്ടിട്ടതാണോ, അതായത് കൂടുതൽ നമ്മൾ ഒരു സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുമല്ലോ, അത് കൊണ്ടിട്ടതാണോ എന്നുള്ള നിഗമനത്തിലാണോ അതോ ഈ കുട്ടി തനിച്ചു വന്നതാണ് എന്നുള്ളതിൽ? ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്ക് കുട്ടി കണ്ടിട്ടില്ല. അത് ഒരു വേഴ്സ് പ്രോബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും ആ തരത്തിലേക്ക് കുട്ടി എത്തി എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അത് കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ, വ്യക്തതയും ഈ വിഷയത്തിൽ. ഇത്രയും ആഴമുള്ളൊരു കുഴിയല്ലേ സാറേ, അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് വീണതൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പരിക്കുണ്ടാവില്ലേ? എടുത്ത പോലീസുകാരും പറഞ്ഞത് ഒരു വിധത്തിലുള്ള പരിക്കുണ്ടായിരുന്നില്ല, മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. ഇനിയിപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടൊരു ആ ഒരു ട്രോമയിലൂടെ കഴിഞ്ഞതിന് ശേഷം, ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചും കൂടെ സംസാരിക്കാനോ അല്ലെങ്കിൽ മേ ബി കാര്യങ്ങൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ദിവസങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതും കൂടെ പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇല്ല, വൈദ്യപരിശോധനയിൽ കുട്ടി ശാരീരികമായിട്ട് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ അസാൾട്ടും നടന്നിട്ടില്ല എന്നുള്ള ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട്. അത് നല്ല പരിശോധനയിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു റെയിൽവേ ട്രെയിൻ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പലതരത്തിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് അവിടെ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പോലുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ കാണും. അപ്പോൾ അത് പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. അതെ, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടുത്തെ ലാസ്റ്റ് 24 hours ബന്ധപ്പെട്ട് വിഷ്വൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈബർ ടീം ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷ്വലും കൂടെ അഡീഷണൽ ആയിട്ട്. നമ്മൾ ഇന്നലെ ഈ ഏരിയയിൽ ഡ്രോൺ വെച്ചിട്ടുള്ളൊരു പരിശോധന നമ്മൾ ഈവനിങ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ വീണ്ടും ഒരു വട്ടം കൂടി ഈ പരിശോധിച്ച സ്ഥലങ്ങളിലൂടെ വീണ്ടും ഒരു പരിശോധന നടത്തുന്ന സമയത്താണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത്. അതൊരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, നമ്മൾ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, പരിശോധനയിടയിൽ കണ്ടെത്തിയതാണ്. ഓക്കെ, താങ്ക് യു.